ശ്രീദേവി സ്റ്റഡീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകളിൽ നിന്നുള്ള കവിതയാണ്. മഴ ചാറുമ്പോൾ എന്ന കവിതയാണ്. പുഴയുടെ കൂട്ടുകാരിയെ ആയ ചാറ്റൽ മഴ എത്തിക്കഴിഞ്ഞു. ദൂരെ ദൂരെ കിഴക്കു നിന്നെത്തും വാരിതങ്ങൾ ചിതറി നീങ്ങുന്നു. ദൂരെ കിഴക്കുന്നെത്തുന്ന മേഘങ്ങൾ ചിതറി നീങ്ങുകയാണ്. വെള്ളി തന്നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. വെള്ളിയുടെ നേർത്ത കമ്പി പോലെ പതുക്കെ പതുക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ വീഴുകയാൽ ആകൃതി മാറും കാർമുകിലിൽ നുറുങ്ങുകൾ പോലെ. താഴെ വീഴുമ്പോൾ ആകൃതി മാറുന്ന കാർമേഘത്തിൻ്റെ നുറുങ്ങ് പോലെയാണ്. കവിക്ക് തോന്നുന്നത് ഈ കാർമേഘം പൊട്ടി കഷ്ണങ്ങളായി താഴോട്ട് ആകൃതി മാറി വീഴുകയാണെന്നാണ്. ചേറിളകും വയലിലെമ്പാടും ഞാറു നട്ടു നിൽക്കുന്ന പെണ്ണാളുകൾ. ചിള്ള ഇളകുന്ന മഴ പെയ്യുമ്പോൾ വയലിലെ ചെളി ഇളകും. ആ ചെളിയിൽ വയലിൽ മുഴുവനും പെണ്ണുങ്ങൾ ഞാറ് നട്ട് നിൽക്കുകയാണ്. ഞാറെന്ന് പറയണത് നെല്ലിൻ്റെ ചെടി. അവരോട് നെൽച്ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്. ചേണിലുള്ള കുളിർക്കയാലാണോ ക്ഷീണമുള്ളത് മാറ്റുവാനാണോ? പനിയാൽ ഉള്ളം കുളിർക്കുന്നത് കൊണ്ടാണോ? ഉള്ള ക്ഷീണം മാറ്റുവാനാണോ? ഒത്തുചേർന്നവർ തങ്ങൾ തന്നെ ഓർമ്മയ്ക്കൊത്ത തേൻമൊഴിപ്പാട്ട് പാടുന്നു. അവരെല്ലാം കൂടെ ഒത്തുചേർന്ന് അവരുടെ ഓർമ്മയിലൊത്ത തേൻമൊഴിപ്പാട്ട് പാടിയും. നല്ലൊരു മഴച്ചാറ്റലും കാറ്റും ഉള്ളിനുള്ളിൽ നിന്ന് ഒലുമിപ്പാട്ടും. നല്ലൊരു മഴച്ചാറ്റലും കാറ്റും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ പാട്ടും. ഇപ്പോഴെങ്ങാൻ വിടർന്നിടും പൂവിൻ സ്വപ്നവൻ ചേർന്നിതെന്തൊരു ഉന്മാദം. ഇത്രയും ചേർന്ന് ഇപ്പോഴെങ്ങാനും വിടർന്ന പൂവ്. ഇപ്പോൾ വിടർന്ന പൂവിൻ്റെ പ്രത്യേകത എന്താണ്? നല്ല ഭംഗിയായിരിക്കും ആ പൂവിനെ കാണാൻ. പിന്നെ അല്ലാതെ ആ പൂവിൽ നിന്ന് മണം ഇങ്ങനെ അന്തരീക്ഷത്തിലാകെ വ്യാപിക്കും. ആ പൂവിൻ്റെ സ്വപ്നവും ചേർന്ന് ഇതെന്തൊരു ഉന്മാദമാണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു ഭയങ്കര സുഖകരമായ ഒരവസ്ഥയാണ് ഉന്മാദം.